583 കോടി രൂപ വില. വേഗം മണിക്കൂറിൽ 267 കിലോമീറ്റർ. സഞ്ചരിക്കാവുന്ന ദൂരം 834 കിലോമീറ്റർ. ഭാരം 6.85 ടൺ. സംഭവം മറ്റൊന്നുമല്ല, MH-60 റോമിയോ ഹെലികോപ്റ്ററുകളെ കുറിച്ചാണ് പറയുന്നത്. ഇന്ത്യൻ സമുദ്രമേഖലയിൽ കടന്നുകയറി ചൈനീസ് അന്തർവാഹിനികൾ നടത്തുന്ന നിരീക്ഷണത്തിന് തടയിടുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിച്ചിരിക്കുന്ന ഒന്നാണ് MH-60 റോമിയോ ഹെലികോപ്റ്റർ. ഇവയുടെ ആദ്യ സ്ക്വാഡ്രൺ കൊച്ചി നാവികാസ്ഥാനത്ത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കമ്മീഷൻ ചെയ്യാൻ ഒരുങ്ങുകയാണ്. 6 ഹെലികോപ്റ്ററുകളാണ് ഒരു സ്ക്വാഡ്രണിൽ ഉൾപ്പെടുന്നത്. US നിർമ്മിച്ചിട്ടുള്ള MH-60R മൾട്ടി റോൾ ഹെലികോപ്റ്ററുകളുടെ സ്ക്വാഡ്രൺ ദക്ഷിണ നാവിക കമാൻഡിന് കീഴിലാണ് വിന്യസിക്കുക. ഇത്തരത്തിലുള്ള 24 ഹെലികോപ്റ്ററുകൾക്കായിരുന്നു ഇന്ത്യ ഓർഡർ നൽകിയിരുന്നത്. ഫോറിൻ മിലിറ്ററി സെയിൽസ് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇന്ത്യ ഇത്തരത്തിൽ ഹെലികോപ്റ്ററുകളെ US-ൽ നിന്ന് വാങ്ങിയത്. US-ൽ നിന്ന് ഇന്ത്യ വാങ്ങുന്ന 24 ഹെലികോപ്റ്ററുകളിൽ ഇതിനോടകം രാജ്യത്തെത്തിച്ച 6 എണ്ണമാണ് ആദ്യഘട്ടമായി നാവികസേനയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. 2019-ലാണ് US-മായി ഇന്ത്യ ഈ കരാറിൽ ഒപ്പുവെച്ചത്. അന്തർവാഹിനികളെയും കപ്പലുകളെയും കണ്ടെത്താനും ആക്രമിക്കാനും ഈ ഹെലികോപ്റ്ററുകൾക്ക് സാധിക്കും. കൂടാതെ അത്യാധുനിക റഡാർ, സെൻസർ, സോണർ എന്നിവയുടെ സഹായത്തോടെ സമുദ്രത്തിനടിയിലുള്ള അന്തർവാഹിനികളുടെ സ്ഥാനം നിർണയിച്ച് ആക്രമിക്കാൻ സാധിക്കുന്നതും ഇവയുടെ പ്രത്യേകതകളാണ്. അമേരിക്കൻ പ്രതിരോധ കമ്പനിയായ ലോക്ക്ഹീഡ് മാർട്ടിനാണ് MH-60 റോമിയോ കോപ്റ്റർ നിർമ്മിച്ചിരിക്കുന്നത്. 1980-കളിൽ അന്തർവാഹിനി വിരുദ്ധ പോരാട്ടങ്ങൾക്ക് വേണ്ടി ഉൾപ്പെടുത്തിയിരുന്ന കാലപ്പഴക്കം ചെന്ന ബ്രിട്ടീഷ് സീക്കിംഗ് ഹെലികോപ്റ്ററുകൾക്ക് പകരമാണ് MH-60R ഹെലികോപ്റ്ററുകൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ ബ്രിട്ടീഷ് സീക്കിംഗ് ഹെലികോപ്റ്ററുകൾ ഗതാഗത മാർഗങ്ങൾക്ക് മാത്രമായി ഉപയോഗിക്കുന്ന ഒന്നായിട്ട് മാറി. നാവികസേനയുടെ നിറങ്ങളിലാണ് MH-60 റോമിയോ ഹെലികോപ്റ്റർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. 2020-ൽ നേവി ദിനത്തിലായിരുന്നു MH-60 റോമിയോ ഹെലികോപ്റ്ററിന്റെ ആദ്യ ചിത്രം പുറത്തുവന്നത്. നേവി ദിനത്തിൽ ഇന്ത്യൻ നേവിയുടെ MH-60R ഹെലികോപ്റ്ററിന്റെ ആദ്യ ചിത്രം പങ്കിടുന്നതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നുവെന്നാണ് ഹെലികോപ്റ്ററിന്റെ ചിത്രം പങ്കുവച്ചുകൊണ്ട് അമേരിക്കൻ പ്രതിരോധ കമ്പനിയായ ലോക്ക്ഹീഡ് മാർട്ടിൻ ട്വിറ്ററിൽ അന്ന് ചിത്രം പോസ്റ്റ് ചെയ്തത്.